ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സൈക്കോസ് വിഷൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മൾ കാര്യമായിട്ട് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. നമ്മുടെ പഴയ നാടല്ലേ, നമ്മൾ താമസിച്ചിരുന്ന നാട്ടിൽ ഉള്ള ഒരു ക്ഷേത്രം, ഉടുമാത്ത് ക്ഷേത്രത്തെ ദേവീ ക്ഷേത്രത്തിൽ എത്തുന്നതിന് മുമ്പുള്ളൊരു ക്ഷേത്രമാണ് കാര്യമായിട്ട് ദേവസ്വം ബോർഡ് ശ്രീ ഭഗവതി ക്ഷേത്രം. ഈ സ്ഥലത്തിന് കാര്യമായിട്ട് എന്ന പേര് വരാൻ കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ദാരികനെ ദുർഗാദേവി നെടുമ്പറമ്പിൽ വെച്ചാണ് വധിക്കുന്നത്. നെടുമ്പറമ്പിൽ വെച്ച് വധിക്കുന്ന സമയത്ത് അവിടെ നിന്നും കരം അറ്റ് തെറിച്ച് വീണ സ്ഥലമാണ് നമ്മുടെ ഈ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം. ഇതാണ് കരമറ്റ് വീണ സ്ഥലം എന്ന് നാമധേയമുള്ള സ്ഥലമായിരുന്നു. എന്നാൽ കാലക്രമേണ ഇതിൻ്റെ പേര് മാറി കരമറ്റ് വീണ സ്ഥലം എന്നുള്ളത് കാരേറ്റ് ആയി എന്നാണ് വിശ്വാസം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഉത്സവ സമയത്തൊക്കെ നമുക്കിവിടെ അടുക്കാൻ പറ്റാത്ത തിരക്കാണ്. ഉത്സവം എന്ന് പറയുന്നത് തന്നെ ഒരു നമ്മുടെ നാട്ടിലെ എല്ലാ ഉത്സവം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആണല്ലേ ഈ അമ്പലത്തിൽ ലാസ്റ്റ് ആണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. തിരക്കാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ദുർഗാ ഭഗവതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഏകദേശമുള്ള എല്ലാ വർഷങ്ങളിലും ഇവിടെ പോലീസുകാരില്ലാത്തൊരു ഉത്സവം ഇല്ലല്ലേ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് അവരെയൊക്കെ നിയന്ത്രിക്കാനെന്ന് പറഞ്ഞാൽ വേറെ നമ്മുടെ വോളണ്ടിയേഴ്സിനെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് പോലീസുകാരെയാണ് ഏറ്റവും കൂടുതൽ അവർ അഭയം തേടുന്നത്. പോലീസുകാരെന്ന് പറയുമ്പോൾ ഒരുപാട് പോലീസുകാർ വന്ന് കിടന്നിട്ടാണ് അവർ ഇവിടെയൊക്കെ ഉള്ള ഒന്ന് നിയന്ത്രിച്ചൊക്കെ നിർത്തുന്നത്. നമ്മുടെ ഒരു വേറൊരു പണ്ടത്തെ ഒരു ലെവൽ ക്ഷേത്രത്തിൻ്റെ ഒരു ലുക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഉള്ളതെല്ലാം കൽവിളക്കും കാര്യങ്ങളും എല്ലാം പുറത്തും നമ്മുടെ ചുറ്റുമതിലിന് പുറത്തായിട്ട് കൽവിളക്കും പിന്നെ നമ്മുടെ കമ്പിയിൽ തീർത്തിട്ടുള്ള വിളക്കും കാര്യങ്ങളെല്ലാം തൂക്കുവിളക്ക് നമ്മൾ പണ്ട് കൊട്ടാരങ്ങളിലേക്കുള്ളതൊക്കെ ഉള്ള തൂക്കുവിളക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ ഭംഗിയുണ്ട് കാണാൻ, നല്ല രീതിയിലാണ് ഫുള്ള് ചുറ്റുമതിലും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. ചുറ്റുമതിലിൻ്റെ പുറത്തുള്ള ഗ്രൗണ്ടും ഈ അമ്പലം വക തന്നെയാണ്. പിന്നെ ഒരു ചെറിയൊരു കാവ് താഴെയുണ്ട്. ക്ഷേത്രത്തിനോട് മുന്നോടിയായിട്ട് പോകുന്ന നേരെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഇറങ്ങി പോകുമ്പോഴത്തേക്ക് മുൻവശത്ത് നിന്ന് ഇറങ്ങി പോകുമ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ തന്നെയാണ് കാവ്. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ വിളക്ക് നിങ്ങൾ ഇതൊന്നും കണ്ടു, പണ്ട് കാലങ്ങളിലുള്ള ഒരു ടൈപ്പ് വിളക്ക് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. പിന്നെയെന്ന് പറയുമ്പോഴത്തേക്ക് ഉത്സവം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഉത്സവം വേറെ ലെവൽ തന്നെയാണ്. പിന്നെ ഇവിടെ വൈകുന്നേരം 5:30ക്കാണ് നട തുറക്കുന്നത്. പിന്നെ ഇവിടുത്തെ കറക്റ്റ് നമ്മുടെ ഇതിൽ വർഷത്തിലെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അങ്ങനെ ഉള്ളതൊന്നും അറിയത്തില്ല നമുക്ക്. എന്നാലും കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, എടുത്തു. ഞാൻ ഈ ക്ഷേത്രത്തിൽ ഞാൻ മുൻപ് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. പക്ഷേ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഉത്സവമൊക്കെ എടുത്തിട്ടുണ്ട്. അതെ, ഇതിൻ്റെ നേരെ മുൻവശത്തേക്ക് ആയുർവേദ ഹോസ്പിറ്റൽ. നിങ്ങൾ ഈ കണ്ടല്ലോ തൂക്കുവിളക്ക്, ഇത് പണ്ട് കാലങ്ങളിലൊക്കെ മാത്രം നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ തൂക്കുവിളക്ക്. ഇതൊക്കെ നമുക്കിവിടെ ഫ്രണ്ടിൽ തന്നെ കാണാൻ കഴിയും. നമ്മളല്ലെങ്കിൽ മ്യൂസിയത്തിൽ പോയാലാണ് ഈ വിളക്കൊക്കെ കാണാൻ പറ്റുന്നത്. കൽവിളക്കും കാര്യങ്ങളെല്ലാം കാണാൻ കഴിയുന്നത്. പിന്നെ അമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് തൂത്തുകൊണ്ടിരിക്കുന്ന ഒരു അമ്മ, ഇവിടെ വൃത്തിയാക്കുന്ന ഒരു അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. അമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞാൽ വൈകുന്നേരം 5:30 ആകുമ്പം തുറക്കും. ഏകദേശം 35 കൊല്ലത്തിന് മേലിൽ പഴക്കമുണ്ട്. കറക്റ്റ് എത്ര കൊല്ലം വേണമെന്ന് അമ്മയ്ക്ക് അറിയത്തില്ല എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പം ഇത് നമ്മളിത് ചോദിക്കാൻ വേണ്ടി ഇവിടെ വേറെ ആൾക്കാർ ആരും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. പക്ഷേ അറിയാവുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിതിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ഈ അമ്പലത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും നമുക്ക് ഈ ക്ഷേത്രം ഒരു അനുഭവം തന്നെയാണ്. ഞാൻ ഇതിന് മുൻപ് വന്നതിൻ്റെ ഇതിൽ വെളിച്ചത്തിൽ പറയുന്നതാണ്. ഇവിടെ ഒരു വേറൊരു വൈബാണ് ഇവിടെ നമ്മൾ ഈ ക്ഷേത്രത്തിനകത്ത് വരുമ്പോഴത്തേക്ക്, ക്ഷേത്രത്തിൻ്റെ മുൻവശത്തൊക്കെ വരുമ്പോഴത്തേക്ക് ദേവിയുടെ അനുഗ്രഹം എന്ന് പറയും നമ്മുടെ ഈ ഒരു ദേശത്തിനെ മൊത്തത്തിൽ അനുഗ്രഹിക്കുന്ന ഒരു ദേവിയുടെ അനുഗ്രഹം ഒരു എന്താ പറയുന്നത്, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്ന അത്ര അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ ദിവസവും രാവിലെ നമ്മുടെ ഒരു വാഹനങ്ങളിൽ പോകുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ വാഹനം ഓടാൻ പോകുന്ന ആൾക്കാരാണെങ്കിലും ഇതിലേ പോകുന്ന ആൾക്കാർ നമ്മുടെ ഈ ദേവിയെ തൊട്ട് തൊഴുതിട്ടല്ലാതെ ഇവിടെ നിന്ന് പോകത്തില്ല. ഇവിടെ നിന്ന് കടന്നു പോകുന്ന ആൾക്കാർ മുൻവശത്ത് വന്ന് തൊഴുതിട്ടല്ലാതെ ഇവിടെ നിന്ന് പോകത്തില്ല. കാണിക്കൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ട് മാത്രമാണ് ഇവിടെ നിന്ന് കടന്നു പോകുന്നത്. മാക്സിമം ഞാൻ പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ക്ഷേത്രം നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ, നമ്മൾ ഈ ഏരിയയിൽ അറിയാത്ത ആൾക്കാരുണ്ടോ എന്ന് അറിയത്തില്ല. മാക്സിമം എല്ലാവർക്കും അറിയായിരിക്കും. ദേവസ്വം ബോർഡാണ്, ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രമാണ്. പിന്നെ ഇതിൻ്റെ മുൻവശത്തായിട്ട് ഞാൻ പറഞ്ഞല്ലോ ആയുർവേദ ഹോസ്പിറ്റലുണ്ട്.
പിന്നെ സ്കൂള് വരെയാണ്. എന്താ സ്കൂള്. അതെ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു സ്കൂൾ ഇവിടെ ഉണ്ട്. DBHSS ഹയർ സെക്കൻഡറി സ്കൂളാണ്. അതും ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൻ്റെ നേരെ പുറകു വശത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഒരു നല്ലൊരു മാന്യമായിട്ടുള്ള ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ട് ഇവിടെ. ക്ഷേത്രത്തിലും ഗ്രൗണ്ടുണ്ട്, അല്ലാതെ അല്ല നമ്മുടെ സ്കൂളിനും നല്ല ഒരു മാന്യമായിട്ടുള്ള ഗ്രൗണ്ടൊക്കെ ഉണ്ട്. പിന്നെ ഒരു അമ്പലക്കുളം എന്നുള്ള രീതിയിൽ ഇവിടെ ഇല്ല. അമ്പലത്തിന് ഒരു കുളം എന്നുള്ള രീതിയിൽ. പക്ഷേ ഇത് കഴിഞ്ഞ് കുറേ താഴെ പോകുമ്പോഴത്തേക്കും ഒരു കുളം കാണുന്നുണ്ട്. ഒരു കുളമുണ്ട് ഇവിടെ. പക്ഷെ അത് ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അതും എനിക്കറിയത്തില്ല. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കാൻ ഇവിടെ ആളില്ലാത്തത് കൊണ്ട് നമ്മൾ അതൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. അമ്പലക്കുളം ഇല്ല എന്ന് വേണം പറയാൻ. പക്ഷേ ഇത് അമ്പലക്കുളമാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ കരമറ്റ വീണ സ്ഥലം കാര്യറ്റ് ആയതുപോലെ വേറെ എന്തെങ്കിലും ചരിത്രമുണ്ടെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഇവിടുത്തെ ഉത്സവം ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എല്ലാ കൊല്ലവും ഇവിടുത്തെ ഉത്സവത്തിന് വരുന്നതാണ് കേട്ടോ. ഈ കൊല്ലവും നമ്മൾ ഉറപ്പായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ ഇടാൻ പറ്റുമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ഇട്ട് തരും. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാരെ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് ഫോർ വാച്ചിങ്.